നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. അച്ഛൻ അറിയാമല്ലോ, ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഞാൻ ആൻറ്റോയ്ക്ക് ഒത്തിരി പൈസ കൊടുക്കാനുണ്ട്. വാടകയും കൊടുത്തിട്ടില്ല, അഡ്വാൻസും കൊടുത്തിട്ടില്ല. ജോലിയിലും ഭയങ്കര പ്രശ്നമാണ്. അച്ഛൻ ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. പേടിക്കണ്ട, എല്ലാ പ്രശ്നത്തിൽ നിന്നും വിടുതൽ തരുന്ന ദൈവമാണ് നമ്മുടെ. ഞാൻ പ്രാർത്ഥിക്കാം. അന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ആൻഡോയെ പിശാച് പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. ഇതേ സമയം ഷിബുവും ഭാര്യയും അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ദൈവത്തോട് അപേക്ഷിക്കുകയായിരുന്നു. ആരോ വാതിൽ മുട്ടുന്നുണ്ടല്ലോ. ആൻഡോ ആയിരിക്കും, രാവിലെ വന്നായിരുന്നു. പൈസ ചോദിക്കാനാണോ? അറിയത്തില്ലല്ലോ. ഷിബു, എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഷിബു നിന്റെ ഉദ്ദേശം? എത്ര മാസമായി നീ വാടക തന്നിട്ട്? കുറച്ച് സമയം നടക്കില്ല ഷിബു, ഇല്ല. നീ എന്റെ കളിക്കൂട്ടവനായതുകൊണ്ടാണ് ഞാൻ ഇത്ര കാലം നിന്റെ അടുത്ത് ക്ഷമിച്ചത്. അഡ്വാൻസ് വാങ്ങാതെ നിനക്ക് ഇത്ര കാലം തന്നു, അതുകൊണ്ട് തന്നെ. പക്ഷെ നീ എനിക്ക് അതിന് മേലെ എനിക്ക് തന്നോണ്ടിരിക്കണം. അത് എന്തായാലും നടക്കില്ല. ഇല്ല ഷിബു, ഈ ക്രിസ്മസ് വരെ നിനക്ക് ലാസ്റ്റ് സമയം. അതിനപ്പുറം നീ ഒന്നും പ്രതീക്ഷിക്കണ്ട. നിന്റെ ചട്ടിങ്ങാലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് നിന്നെ പുറത്തേക്ക് ആക്കിയിരിക്കും ഞാൻ. തിരികെ വീട്ടിലെത്തിയ ആൻഡോ വളരെ അസ്വസ്ഥനായിരുന്നു. ഷിബു ശരിയാവുന്നില്ല. ഈ ക്രിസ്മസ് വരെ ഞാൻ ഷിബുവിന് സമയം കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഈ ക്രിസ്മസ് വരെ കാശ് തന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ എടുത്ത് പുറത്തേക്ക് ഇടും. അവൻ ഭയങ്കര വായ്പ. ഇന്ന് വൈകുന്നേരം അച്ഛൻ കരോട് പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം രാത്രി അച്ഛനും പള്ളിയിലെ ആളുകളും കൂടി കരോൾ പാടുവാൻ ആൻഡോയുടെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അപ്പോ ഈ ഞായറാഴ്ച നമ്മുടെ പള്ളിയില് എന്താണ് ക്രിസ്മസിന്റെ നാടകമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നെ മറക്കരുത്. ഓക്കെ, ശരി. ഓക്കെ, ബൈ. നാടകം കാണുവാനായി എല്ലാവരും ഒത്തുചേർന്നു. യോസേപ്പും മേരിയും സീസറിന്റെ കൽപ്പനപ്രകാരം പേരെഴുതിക്കുവാനായി ബെത്ലഹേമിൽ ചെന്നു. ആരും അവരെ കൈക്കൊള്ളുവാൻ തയ്യാറായില്ല. ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന് വരിക. എന്റെ ഭാര്യ ഗർഭിണിയാണ്. രാത്രി താമസിക്കാനായിട്ട് സ്ഥലം തരുമോ? അടുത്ത് ഒരു ഭവനം കണ്ടപ്പോൾ അവിടെ ഇടം ചോദിക്കുവാനായി അവർ അങ്ങോട്ട് നീങ്ങി. ആരാ? എന്തു വേണം? സീസറിന്റെ കൽപ്പന പ്രകാരം പേര് എഴുതിപ്പിക്കാനായിട്ട് വന്നതാണ്. എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് എവിടും സ്ഥലം കിട്ടിയില്ല. ഇവിടെ ഞങ്ങൾക്ക് താമസിക്കാൻ തന്നെ സ്ഥലമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ തരിക? ഇവിടെ സ്ഥലമില്ല. ഇന്ന് രാത്രിയിലും ഇവിടെ താമസിക്കാൻ പറ്റുമോ? പാവം ഒരു ഗർഭിണിയായ സ്ത്രീയല്ലേ, നമുക്ക് നമ്മുടെ വീടിന്റെ പുറകിൽ തൊഴുത്ത് സ്ഥലം കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീടിന്റെ പുറകുവശത്ത് ഒരു തൊഴുത്തുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു പോകാം. എങ്കിൽ വാ, നമുക്ക് ആ തൊഴുത്തിലോട്ട് പോകാം. ബെത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ യോസേപ്പും മേരിയും താമസിക്കുകയും യേശുനാഥൻ അവിടെ ജനിക്കുകയും ചെയ്തു. ലോകരക്ഷകനായ ക്രിസ്തു യേശുവിനെ കാണുവാനായി നക്ഷത്രം നോക്കി 3 രാജാക്കന്മാർ ആ ഭവനത്തിലെ പുൽക്കൂട്ടിലേക്ക് എത്തിച്ചേർന്നു. ലോകരക്ഷകനായ യേശുവിനെ ജാതം ചെയ്യുവാൻ സ്വന്തം ഭവനത്തിൽ ഇടം കൊടുക്കാത്തതിനാൽ ആ വീട്ടുകാർ അനുതപിച്ചു. യേശുനാഥനെ തെരഞ്ഞു വന്ന ആ രാജാക്കന്മാരുടെ കൂടെ വീട്ടുടമസ്ഥനും ഭാര്യയും യേശുനാഥനെ വണങ്ങി. നന്നായിരുന്നു. വീടില്ലാതെ മാതാവ് ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ? മാതാവിന്റെയും യൗസേപ്പിതാവിന്റെയും കഷ്ടതകൾ കണ്ട് ഇറങ്ങിയ ആൻഡോ ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ആൻഡോയെ പ്രലോഭിപ്പിക്കുവാൻ പിശാച് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു.
പക്ഷേ അദൃശ്യമായ മാലാഖമാരുടെ ഗണങ്ങളാൽ അവൻ സംരക്ഷിക്കപ്പെട്ടു. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര അപ്സെറ്റ് ആണല്ലോ. എടോ എനിക്കൊരു തെറ്റുപറ്റി പോയി. എടോ അച്ഛൻ്റെ നാടകം കണ്ടതിന് ശേഷമാണ് എൻ്റെ മനസ്സിന് ഒരു ഭയങ്കര വിഷമം. മാതാവും യോസപിതാവും ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ യേശുവിനായി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് വീടുകൾ അവർ കയറി ഇറങ്ങി. പക്ഷെ ആരും അവർക്ക് അഭയം കൊടുത്തില്ല. ഇത് തന്നെയാണ് എൻ്റെ കളിക്കൂട്ടുകാരനായ എൻ്റെ ഷിബുവിനോട് ഞാൻ ചെയ്തത്. എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. അവൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ അവനെ പുറത്തേക്ക് വിട്ടാൽ അവന് വേറെ ആരുണ്ട്? അവനോട് ക്ഷമം പറയണം. അപ്പോൾ നമുക്കൊന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകാം. അസമയത്ത് കയറി വന്ന ആൻഡോയെ കണ്ട് ഷിബുവും ഭാര്യയും പരിഭ്രാന്തരായി. ഷിബു വാ ഇരിക്ക്. വാ. എടാ എനിക്ക് തെറ്റ് പറ്റുമോ? എടാ നീ എൻ്റെ കൂട്ടുകാരനായിരുന്നിട്ട് കൂടെ ഞാൻ നിന്നോട് ചെയ്ത് വലിയൊരു തെറ്റാണ്. എടാ ഞാൻ നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്നോട് പറ. നമുക്കത് ഒരുമിച്ച് പരിഹരിക്കാം. നീ വാടക തരണ്ട. നിനക്ക് ഉള്ളപ്പോൾ എനിക്ക് തന്നാൽ മതി. നീ എൻ്റെ കൂട്ടുകാരനല്ലടാ. ഇത് ക്രിസ്മസ് അല്ലേ? ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അത് കട്ട് ചെയ്ത് ആഘോഷിക്കാം. നമുക്ക് കേക്ക് മുറിക്കാം. അല്ല, അച്ഛനും സംഘവും ഇപ്പോൾ വരുന്നു. അവര് വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെടാ. നീ എന്താ ഇവിടെ? കൂട്ടുകാരനല്ല അച്ഛാ. അച്ഛാ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി. എന്റെ കളിക്കൂട്ടുകാരൻ എനിക്ക് തിരിച്ചു കിട്ടി. വെരി ഗുഡ്. നല്ല കാര്യം മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പിടിച്ചോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടിയിട്ട് പുൽക്കൂടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനായി വന്നൊരു ദൈവസുരൻ പിറന്നതിനോർമദിനം. അന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. കേക്ക് മുറിച്ച് എല്ലാവരും സന്തോഷം പങ്കുവച്ചു. തമ്മിൽ സ്നേഹിക്കുകയും പരസ്പരം നമ്മുടെ കുറ്റങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. സന്മനസ്സുള്ളവർക്ക് സമാധാനം.